ഏറ്റവും അപകടകരമായി എനിക്ക് തോന്നുന്നില്ല സ്ട്രക്ചറുകളൊക്കെ. ഈ സ്ട്രക്ചർ ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടി എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് സർ? സ്ട്രക്ചറൽ ക്രാക്കുകൾ മെയിൻലി ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ബീമിൻ്റെയോ കോളത്തിൻ്റെയോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെയോ സെറ്റിൽമെൻറ്റോ അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന ക്രാക്കുകളാണ്. ഇത് ഒരു വൺസ് ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നമുക്ക് റെക്ടിഫിക്കേഷൻ മെത്തേഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള 100% പെർഫെക്റ്റ് സൊല്യൂഷൻ ആണെന്ന് പറയാനും പറ്റാത്ത. അതെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന ക്രാക്കുകളാണ്. അത് ഇപ്പോൾ സ്ട്രക്ചറൽ ക്രാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 mm എബോ 5 mm വരെ ആ ഒരു സൈസിൽ വരുന്ന ക്രാക്കുകളാണ് നമ്മൾ സ്ട്രക്ചറൽ ക്രാക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. 5 mm ബിലോ വരുന്നതൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ ഈ പറഞ്ഞ പോലെ പല റീസൺ കൊണ്ടായിരിക്കാം. മേ ബി ഡയഗണൽ ക്രാക്സോ അതുപോലെ തന്നെ ചെറിയ ക്ലൈമാറ്റിക് ക്രാക്സോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ക്രാക്സോ അങ്ങനെ ആയിരിക്കാം. ഗിരീഷ്, സ്ട്രക്ചറൽ ക്രാക്കുകൾ മെയിൻലി നമ്മൾ കണ്ടിട്ടുള്ളത് വേണ്ടത്ര ഒരു സ്ട്രക്ചറൽ അനാലിസിസ് നടത്താതെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് കൺസിഡർ ചെയ്യാതെ ആർക്കിടെക്ചർ തരുന്ന പ്ലാൻ നേരെ വർക്കേഴ്സിനെ വെച്ച് സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഉണ്ടാവുക. അതെ. സ്ട്രക്ചറൽ ക്രാക്കുകൾ ഒഴിവാക്കാൻ ആകെ കഴിയാവുന്ന ഒരാൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ മാത്രമാണ്. അപ്പൊ അവരെ കൺസൾട്ട് ചെയ്ത് കൃത്യമായി അവരുടെ ഡിസൈനോട് കൂടി പണിതാൽ ഈ സ്ട്രക്ചറൽ ക്രാക്കുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതാണ് അതിനുള്ള ആൻസർ. ഒരുപാട് റീസൺസ് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് എളുപ്പമാണ്. അതായത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എഞ്ചിനീയറെ കണ്ട് കൃത്യമായിട്ടുള്ള വീടിന്റെ ലോഡ് കണക്കാക്കി അതിനാവശ്യമായിരുന്ന ഫൗണ്ടേഷൻ കൊടുക്കുക, സ്പാനിനനുസരിച്ചുള്ള ബീം പ്രൊവൈഡ്. ഇതൊക്കെ കൃത്യമായ ഒരു സിംഗർനൈസ് ചെയ്ത ഒരു അലൈൻമെന്റിൽ വന്നാൽ 100% നമുക്ക് സ്ട്രക്ചറൽ ക്രാക്ക് ഒഴിവാക്കാം.